Assalamu alaikum. Welcome back to our channel Zainoos Hub. ഞങ്ങളുടെ ചാനലിന്റെ പേരിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുപോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ ഒരു ഗാർലിക് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കിടിലൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണയായി നമ്മൾ ഗാർലിക് പിക്കിളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് എടുക്കാറുള്ളത്. എന്നാൽ ഞാനിവിടെ വലിയ ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി വെച്ചിട്ടും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതേ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക്, 1.5 ടേബിൾ സ്പൂണ് പെരുംജീരകം, 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൽ ഉലുവ മാത്രം ഒന്ന് വറുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 പീസ് പച്ചമുളക് നടുകീറിയത്, കുറച്ച് കറിവേപ്പില, 3 പീസ് ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞത്. ഞാനിവിടെ നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു വരുന്നത്. സാധാരണ ഓയിലിലും കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് അച്ചാറിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം ഒന്ന് ഇതുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഒരു 1-2 മിനിറ്റിന് ശേഷം ഇതൊരു മൂത്ത മണമൊക്കെ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വിനെഗറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കായം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വെളുത്തുള്ളി ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാർ നന്നായി തണുത്തതിന് ശേഷം എയർടൈറ്റുള്ള ഏതെങ്കിലും കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ ഗാർലിക് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.